നിനക്കറിയാലോ അളിയാ, ലോറ പോയെങ്കിലും ഞാൻ ലോറേനെ ഫോളോ അപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള കാര്യമൊക്കെ നിനക്കറിയാലോ. അല്ലെങ്കിൽ എക്സിനെ മിക്കവന്മാര് ഫോളോ ഒക്കെ ചെയ്യത്തില്ലടാ, അല്ലേ പോടിയാ? അത് ശരി അളിയാ, അത് ശരിയാ, അത് ശരിയാ. അപ്പൊ അത് പെണ്ണനാവോ അളിയാ? പിന്നെ അപ്പൊ അളിയാ എന്താണ്, ലോറ എന്നെ ഞാൻ ലോറേനെ വിളിച്ചായിരുന്നടാ ഒരു കാര്യത്തിന്. എക്സിനെ ഫോളോ ചെയ്യുന്നതിന്റെ അത്ര ഇല്ല, ബാക്കി അല്ലെ ഞാൻ അവളെ വിളിച്ചെന്തിനാന്നറിയാം, എന്തോ ഒരു കാര്യത്തിന് വിളിച്ചാ മറന്നുപോയി. ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അവളെ വിളിച്ചാൽ പറയും ഇന്നൊരു പരിപാടി ഉണ്ട്, എൻഗേജ്മെന്റ് ആന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ പറഞ്ഞു MLA പോയില്ലെങ്കിൽ എൻഗേജ്മെന്റ് നടക്കത്തില്ലല്ലോ എന്ന്. പണിയാ ഞാൻ പറഞ്ഞു MLA പോയില്ലെങ്കിൽ എൻഗേജ്മെന്റ് നടക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞില്ല. അപ്പൊ അവള് പറയണേ അവളുടെ എൻഗേജ്മെന്റ് ആന്നളിയാ. ഞാൻ നടനാരെന്ന് ചോദിച്ചാൽ അവള് പറയാണേ അത് സർപ്രൈസ് ആണ് എല്ലാവർക്കും ഒന്ന്. ദിശയിലെ കണ്ടവരെടുത്തോണ്ട് നടക്കുന്നേ. ഇതൊരു ഇമോഷൻ വെച്ചാണ് ഞാൻ നടക്കാൻ പോലും ഒറ്റ പറ്റൊരു കോള് വരുന്നില്ല. ഹലോ ഒറ്റ മിനിറ്റ്. ഹലോ ഹലോ കേക്കാവോ? ഹലോ കേക്കാലോ പറഞ്ഞോ. ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. വി ആർ നോട്ട് ക്ലോവ് ആൻഡ് പർപ്പിൾ. നമ്മൾ ആൻ ആൻഡ് ലയറയാണ്. നമ്മള് വേറെ പറഞ്ഞിട്ട് പറ്റിക്കാൻ വേണ്ടി അറിയുന്നത്, പക്ഷെ വന്ന് പെട്ടത് നിങ്ങളാ. അയ്യോ ആർക്കും അറിയത്തില്ല കേട്ടോ. വെരി സർപ്രൈസ്. ഹലോ ഒരു ഫോട്ടോ എടുത്തോട്ടെ? എന്റെയോ? എന്തിനാ? അല്ല ഈ കോലത്തിലൊക്കെ വല്ലപ്പോഴല്ലേ കാണുന്നേ. കേട്ടോടാ നീ ഫോൺ എടുത്ത് നീ കോളി നിക്ക്, പൊക്കം കുറവാ. ഓക്കെ മണിയാ ഫോൺ എടുത്തത് ചെയ്യ വെക്കൂ. മൂലക്കെന്നാ മണിയാ ഞാൻ പുറത്തുണ്ട്, കണ്ണാപ്പിട്ട് സംസാരിക്കേ. വീടിന്റെ ധനലക്ഷ്മിയുടെ കാര്യം പറയല്ലേ നമ്മൾ വന്നത്. ഫോട്ടോ ഒന്നും വേണ്ട അവിടെ ഇല്ല. ശരിയാവണില്ല. അല്ല ഫോട്ടോ വേണ്ട. അവിടെ ഇല്ല. ഹലോ പെയിന്റ് പണിക്ക് വരാൻ പോയതാണ്. അതെന്താ എന്റെ അച്ഛൻ പെയിന്റ് പണി തുടങ്ങിയോ? എന്റെ അച്ഛൻ തുടങ്ങിയതാ, നീ തുടങ്ങിയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. അല്ല പിന്നെ എന്താ ഇതൊക്കെ സ്റ്റൈലാണ്, അതിന്റെ ഭാഗമാണ്. എന്താ നെഞ്ചത്ത് എന്താ കയ്യിലെന്താ റീത്താണോ? അതെ നിനക്ക് വെക്കാൻ വേണ്ടിയാ. നിന്ന് എന്റെ മുഖത്തോട്ട് നോക്കിട്ടല്ലോ, നീ എവിടെയെല്ലാം അടങ്ങി നിൽക്കേ. ഓക്കെ നിന്ന്. മണിയാ എന്താണ് ഇതൊക്കെ? എന്താടാ എന്ത് പറ്റി? വലിയ ഫോട്ടോ എടുപ്പൊന്നും വേണ്ട. എന്തിപ്പോ ഫോട്ടോ എടുക്കാൻ എന്ത് ആവശ്യമില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല ഇത് ഞാൻ ആവശ്യമില്ല മഹാനായ ഒരു വ്യക്തിയുടെ ഫോട്ടോ എടുക്കുന്നതിന് എന്താ ആവശ്യമില്ല. ലോറ ഹലോ പറഞ്ഞോ. എനിക്ക് ലോറ എന്താണോ? അല്ലല്ല എനിക്ക് ലോറ കുറച്ച് പ്രൈവറ്റ് മൂവ്മെന്റ്സ് ആണ്. ഒറ്റ ഒന്ന് പോണേ. പ്രൈവറ്റ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോ പബ്ലിക് ആക്കാൻ പറ്റില്ല. ഒന്ന് പോണേ. അല്ല ഒരു കാര്യം ഒന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞോ. മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് വിളിച്ചായിരുന്നു. പെണ്ണിനെ കാണാൻ വന്നേക്കുന്നു. എന്തിനാ എല്ലാരും വിളിച്ച് പറയുന്നേ?
ഇതെന്താ തീപ്പന്തം ന്യൂസ് ചാനൽ ഇത്ര പെട്ടെന്ന് പോകത്തില്ലല്ലോടാ. ഹലോ കേട്ടോ. മറ്റേ എൻഗേജ്മെന്റിന്റെ അവര് വന്നതേ. ആ ലോറ ഇന്നാണോ എൻഗേജ്മെന്റ്? ജീവിതം അങ്ങോട്ട് ഓ, അതെ, പറ്റി. അതെ. ആ, നീ ഏതോ പെണ്ണിന്റെ ജീവിതമാക്കില്ലേ അതുപോലെ. എനിക്കൊരു പെണ്ണും ഇല്ല ഒരു പെണ്ണും ഇല്ല. ആ, അതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ഒരുത്തേനെ കിട്ടണേലും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടക്കുന്നേടി. വർഷമായിട്ട് ഒറ്റത്തടിയാണല്ലോ എല്ലാ പെണ്ണിന്റെ വേണ്ട പറയുന്നത്. വേണ്ട അതേപോലെ എന്നും പറഞ്ഞ് രണ്ടുപേരൊന്നും ഒരുമിച്ച് നോക്കിയില്ലല്ലോ. ഞാൻ എപ്പോഴും രണ്ടുപേരും നോക്കി പറയല്ലേ. നമ്മള് വഴക്കിടാനല്ലേ പോയത് ഇവിടെ. ഹലോ സംസാരിക്കാം. ഞാൻ ബോബി തിരക്കില്ല, വിളിക്കാവേ. ആ ഹലോ ലോറ, ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ പറയൂ. എൻഗേജ്മെന്റിനെ വിളിക്കുന്നില്ലേ? വിളിക്കുന്നുണ്ട്. ചെറുക്കനാരാ? ഹലോ നീങ്കിലും എന്റെ വിഷമം കേൾക്കാൻ നിക്കണല്ലേ? അല്ലെ ഞാൻ വേറെ സിറ്റുവേഷനിലാണ്, വിളിക്കാം. ആ ഹലോ. ആ ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാലേ ചെറുക്കനാരാ എൻഗേജ്മെന്റ്? അത് വരുമ്പോ കണ്ടാ പോരെ. ഇത് ആരാ എന്നെ വിളിച്ചോണ്ടിരിക്കുന്ന ശല്യം ചെയ്തത്? ഹലോ കണ്ണാ, ആ പറ. നീ ക്ലോവിന്റെ കൂടെ പോയില്ലടാ, സത്യം പറ. എന്നെ ഇപ്പൊ അത് വിളിച്ച് അത് ലൈറ ആനുവാന്ന് പറഞ്ഞു. ശരി, ഇനി സമാധാനമില്ലേ? ആണാ? ആ അല്ല ക്ലോവല്ല, പിന്നാരാ? നീ എവിടെ? ഞാനിപ്പം മുതുകില്. സത്യം പറടാ, നീ മുതുക്കിലല്ല. അല്ലടാ ഞാൻ ഇപ്പൊ കുറച്ച് പുറത്താ. പറ എന്ത് പറ്റി? ഒന്നുമില്ല ഞാൻ ക്ലോവിന്റെ നാട്ടിൽ വന്ന് വെച്ചിട്ടെ. ആ ശരി. കണ്ണന്റെ അതെ അതെ കണ്ണെത്തിച്ച്. ഹലോ ഹലോ സക്കീർ, ആവശ്യമില്ലാത്ത ചോദ്യം ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. ഇതിനെ പരിചയപ്പെടുത്താം. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പരിചയപ്പെടുത്താൻ അവളാര്? നിന്നോടും എല്ലാം പറഞ്ഞ. ഞാൻ നിന്നോട് ഇല്ല പറഞ്ഞ. ഹലോ 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 നീ എന്തൊരു അവനോട് സംസാരിക്കും. സംസാരിക്കും. ഇല്ല നീ വേണേ പോയി. നീ അല്ലേ അവനെ ഇട്ടിട്ട് കുട്ടാ നീ അങ്ങ് ഇപ്പൊ എന്നെ വലിച്ചങ്ങ് കേറ്റും. ഞാനൊന്നും പേന കണ്ടച്ച് പോണ ലൈവ് കുണ്ടച്ചു മോനെ. ഇത് അച്ഛൻ മേടിച്ചെന്ന പി സി ഒന്നുമില്ലല്ലോ. ഹലോറ പിന്നെ നീ അല്ലാതെ ഇങ്ങോട്ടൊന്നും വേറെ ആരും എടാ ബോബോ നിർത്തണ ഇങ്ങനെ വഴക്കിടാതെ നിങ്ങൾ വഴക്കിടാതെ. ഇവനെ കണ്ണെടുത്താ കൊണ്ടുവിടും. ഞാൻ ഇവനെന്താ ചെയ്യാൻ വന്നല്ലേ അവന്റെ സ്വഭാവം. അപ്പൊ ഞാൻ സംസാരം തീർക്കട്ടില്ലെങ്കിൽ ഇവിടെ നിക്കേണ്ടി വരും നമ്മൾ രണ്ടുപേരും കൂടെ. പെട്ടെന്ന് സംസാരിച്ച് തീർക്കണം. സംസാരിച്ചെടുത്ത് പോട്ടെ. ഹലോ ഇവിടെ ഇത് പ്രൈവറ്റ് അല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു പ്രൈവസി വേണം. ബ്രേക്കപ്പ് ആയിട്ട് 4 മാസമായില്ലേ? ഇനി നിനക്ക് എന്ത് ബ്രേക്കപ്പ്? തീർന്നില്ലേടി നിന്റെ ഡ്രാമ ട്രിക്സ് നിന്നെ ഇട്ടിട്ട് പോയോ? അതാണോ വീണ്ടും എന്റെ ചെറുക്കന്റെ കൈയും കലാശവും കാണിച്ച് വന്നേ നീ? അയ്യോ, കാണിക്കാൻ പറ്റ മുതൽ എനിക്കെന്താടി കുഴപ്പം? ആ അതായത് സത്യമല്ലാണ് പറഞ്ഞവള് ഒന്നുമില്ലേലും. ആ ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ ഒന്ന് പറയട്ടെ. ഹലോ ഈ അയ്യെന്ന് പറയുന്നത് സിറ്റിയിൽ സർലെ പ്രേമിച്ചിട്ട് അവള് 10 മണിക്കൂർ കൊണ്ട് ഇട്ടിട്ട് പോയാണല്ലേ? ഇത് അത്ര കഴിവീട് വന്നിട്ടില്ല. ഒന്ന് പറഞ്ഞേ. നീയല്ലേ ഇട്ടിട്ട് പോയത്? അവളാണ് ഇട്ടിട്ട് പോയത്. അതാണ് നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. സ്വന്തം കണ്ടവന്റെ കാര്യത്തിൽ ഇടപെടാണേ. ആ മണിയെ പറ. പെണ്ണുണ്ടോ? ബോബോയ്ക്ക് ഇല്ല, അവൻ പറഞ്ഞിട്ടില്ല. ഇല്ല ബോബോ ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ നടപ്പുണ്ടോ? ഇല്ല ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ പെണ്ണിന്റെ തോളെ കയറിയിരിക്കും. എവിടെ പോകുന്ന അവിടെയൊക്കെ ഈ എന്തിനാ ട്രിക്സും മറ്റവനും മറിച്ചവനും? ഇവന്മാരൊക്കെ ആരല്ലോ ഇവന്മാരൊക്കെ ആരാണ് ക്ഷണിക്കാത്തവന്മാരെ വിളിച്ചു വരുത്തിയേ? ഞാനിവിടെ ഒരു കാര്യം സംസാരിക്കാം. ഹലോ ഇത് ആരാ? ഇത് ഹലോ ബ്രോ ഇത് ആരാ? ബ്ലേഡ്. മറ്റേ ആരാ? കത്തിയോ? എന്താ ഇവിടെ എന്താ നീയൊക്കെ എന്താ ഇവിടെ നിൽക്കുന്നേ? റോഡ് നിന്റെ ക്യാങ്കോസ് ആവണ ഒരാളുടെ പ്രൈവസിയിലോട്ടല്ലേ കയറി വരുന്നേ? മണിയോ എന്നോണ്ട കൈ വെക്കണ്ട. ആ ഇങ്ങോട്ട് വരാതെ ഞാൻ സംസാരം തീർത്തിട്ട് വരാം. ഞാനൊരു കാര്യം പറയട്ടാടാ അളിയാ മണിയാ. ഞാൻ സംസാരിച്ചിട്ട് വന്നിട്ട് നിന്റെ അടുത്ത് വിശദമായിട്ട് കാര്യം പറഞ്ഞു തരാം.
ഇല്ലെങ്കിൽ ഇത് ഇവിടെ ലൂപ്പായിക്കൊണ്ടിരിക്കും. ഞാൻ മിണ്ടുന്നില്ല പറഞ്ഞു. ഇതിപ്പോ ഒരാളായിരുന്നു കുഴപ്പം, ഇതിപ്പോ രണ്ടുപേര് എന്റെ സീക്രട്ട് കേൾക്കത്തില്ലേ? പിടിക്കണേ. ആ ഓക്കെ ഇങ്ങോട്ടോ ലോറ. ലോറ അറിയാ ലോറ ഇല്ല, ഞാൻ എൻഗേജ്മെന്റിന് അല്ല വല്ല പറ്റിയല്ലോ അത് കുറെ ദിവസമായിട്ട് വിഷമിച്ചൊക്കെയാണ് നടക്കുന്നത്, അറിയാലോ, പറയണ്ടല്ലോ കാര്യങ്ങള്. അത് ഞാൻ കണ്ടായിരുന്നു, മുന്നേ പെണ്ണുങ്ങളെ ബാക്കി കയറ്റി പോകുന്നതും കറങ്ങണതും. അല്ല അത് കൂടിയിട്ടായിരിക്കും ബൈക്കിൽ കൊണ്ടുവന്നതും. അല്ല ഞാൻ ഇതെല്ലാവർക്കും കൊണ്ടുപോയ പെമ്പിള്ളേർക്ക് എല്ലാവർക്കും റിലേഷൻ ഉണ്ടോ ഇല്ലയോ? അതാണല്ലോ ഇപ്പത്തെ ട്രെൻഡ്, റിലേഷൻ ഉള്ളപ്പോ വേറൊരു റിലേഷൻ. ആ ട്രെൻഡ് അറിയാലോ, ആ ട്രെൻഡ് ആണല്ലോ. ആ സത്യമാണ് നീ പറഞ്ഞത്, സത്യമാണടി നീ പറഞ്ഞത്. അതെ അതെ, അതാണ് ഇപ്പത്തെ ട്രെൻഡ്. ആ ഞാൻ ഇപ്പൊ പറയാൻ വന്നത് കൺഗ്രാലേഷൻസ് ഫോർ യുവർ ന്യൂ വെഞ്ചേഴ്സ്. എന്നുവെച്ചാ പുതിയ വരന് വേണ്ടിട്ട് കൺഗ്രാറ്റ്സ് പറഞ്ഞു ഞാൻ. ചെറുക്കന്റെ പേര് അല്ല എൻഗേജ്മെന്റിന് ഇപ്പൊ റിവീൽ ചെയ്യത്തില്ലേ? എത്ര മണിക്ക് എൻഗേജ്മെന്റ് വരണമായിരുന്നു? കുഴപ്പമില്ല, ഞാൻ എത്രയാണോ വെയിറ്റ് ചെയ്യത് എത്ര മണിയാവും? 12:30 അല്ലേ? കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു പ്രപ്പോസൽ വന്നിരുന്നു. നല്ല കൺഗ്രാജുലേഷൻ. തമാശയല്ല, സീരിയസ് ആയിട്ടില്ല പറ. അവള് ഞാൻ ഇല്ല പറ്റൂല മറ്റേതാ മറിച്ചെന്ന് പറഞ്ഞ നടക്കുന്നത്. ധനലക്ഷ്മി എന്ന പേര്. ധനലക്ഷ്മി നല്ല പേര്. ധനലക്ഷ്മി നമുക്ക് വേണേ ധനു എന്ന് വിളിക്കല്ലേ, ഷോർട്ടായിട്ട്. എല്ലാം കാണുന്നുണ്ട്. ധനു. ഓ അതെ ധനു, അതൊക്കെ വേറെ കാര്യം. പക്ഷെ എനിക്കെന്തോ ഞാൻ അതിനെ എന്റെ അടുത്ത് പറഞ്ഞ പറ്റത്തില്ല. അല്ല ആർക്കും പറ്റിയല്ല, ഇത് എനിക്ക് പറ്റിയില്ല. എനിക്ക് നിന്റെ ഒരു മെമ്മറീസ് ഞാൻ ഇറങ്ങിയിട്ടില്ല. നമുക്ക് ഹെലനെ നോക്കാടാ, പേടിക്കണ്ട. ഹെലന്റെ റിലേഷൻ ഉണ്ട്. ഇല്ല, അവള് ബ്രേക്ക് ആയെന്നൊക്കെയാണ് ഞാൻ കിട്ടിയ സൂചന. എന്നാലും ഞാൻ ഹെലനെ ഒന്നും നോക്കത്തൊന്നുമില്ല. ആ എന്താണ് ഇതെന്താ വഴി ട്രിക്സ് പ്ലീസ്, നമ്മളെ ഒരു പ്രൈവറ്റ് കാര്യം ഇവനെ തീർത്തേ കൈവെക്ക്. ഞാൻ ട്രിക്സ് ഇവര് ബാക്കിയുള്ളവരെ ഇടപെടുന്നുണ്ടോ? ഹലോ ഞാനാടാ നീ റേഡിയോ കുറ അല്ലെങ്കിൽ നീ എവിടെന്ന് പറ, അത്യാവശ്യമായിട്ട് കാണണല്ലോ തന്നെ. ഇപ്പൊ അത്യാവശ്യം കാണുന്ന പറ്റത്തില്ലല്ലേ സിറ്റുവേഷനോ സോൾവ് ചെയ്ത് വിടാനാ. ആരുടെ സോൾവ് ചെയ്ത് വിടാൻ? മറ്റേ നമ്മള് കഴിഞ്ഞ ദിവസം മാന്യമായിട്ട് സംസാരിച്ചില്ലേ ടീച്ചി ആയിട്ട്? നീ വന്നാലേ സോൾവ് ചെയ്യാൻ നടക്കത്തുള്ളൂ. അപ്പൊ നീ എവിടാ? അങ്ങോട്ട് വരാം. ആരായിട്ട് സിറ്റുവേഷൻ ആയത്? നീ ഒരു കള്ളനാ പാല, മനസ്സിലായി? നീ എന്തിനാ ഇപ്പൊ വിളിച്ചത് എനിക്കറിയാം. ആ തീപ്പന്തം ഉണ്ടല്ലോ എന്റെ കൂടെ ഇന്ന് തീപ്പന്തം, അവൻ എന്നോട് അടുത്തത് ഇപ്പൊ ഉണ്ട് പോയി തീപ്പന്തം എന്ന് പറഞ്ഞ് ലോകം മൊത്തം വിളിച്ചറിയിച്ചത് എനിക്കറിയാം. ഇല്ല ഒന്നും അറിയിച്ചില്ല. നീ എവിടെ നിക്കുന്ന പറ. 9373 ഹലോ പ്ലീസ് ബേബി, ബാക്കി ഇന്റർഫിയർ ചെയ്യല്ലേ പ്ലീസ്. ഇത് ലൂപ്പാക്കാൻ വയ്യ പ്ലീസ്, ഒന്ന് ഇന്റർഫിയർ ചെയ്യല്ലേ. ഒന്ന് ഇവന് ഇവന് ലൊക്കേഷൻ ഒക്കെ കൊടുത്ത് പോയി ജീവിതത്തിൽ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാൻ ഇടപെടാത്ത ബേബി. പ്രൈവസി ഒരാളുടെ ലൈഫിൽ ഇത് കണ്ടോ ഇത് പ്രൈവസി കയറുവാ. ഇതുകൊണ്ടാണ് കോൾ എടുക്കാത്തത്. ഞാൻ പോയി ഇപ്പൊ വന്ന് ഇങ്ങനെ എന്തൊരു സംസാരം പ്രൈവസി കയറി വരുവാ. തന്തയൊന്നും നിന്റെ. ധനലക്ഷ്മി അല്ല, ധനലക്ഷ്മി എന്റെ പുറകിനാണ്. ഞാൻ ഇല്ല പറ്റൂല. അവള് ഞാൻ ചോദിച്ചു ഇത്ര പെട്ടെന്ന് എന്താ നിനക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ചോദിച്ചപ്പം അവൾക്ക് പച്ചമുടിയാ. അപ്പൊ എല്ലാരും ചെന്ന് ചോദിച്ചു കണ്ണാപ്പിയുടെ പെണ്ണാണോ അതോ കണ്ണാപ്പി ഇഷ്ടമാണോ എന്നുള്ളത് ചെന്ന് ചോദിച്ചു. എനിക്കൊന്നും അത് കേട്ടും അടുത്തായിരിക്കും ആ കൊച്ചിന് എന്നോടൊരു ഇഷ്ടം തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ ഇതെന്റെ കുട്ടീനെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ എങ്ങനെ പറയാനാ? നിനക്ക് ചേരുന്നതാണോ അല്ലയോ എന്ന്
അതല്ല ആ. ആ, ഈ എൻഗേജ്മെന്റ് എന്ത് ഈ നീ ഉടനെ ബ്രേക്കപ്പ് ആയില്ല, എന്തിനാണ് എൻഗേജ്മെന്റിന്റെ ഒക്കെ ആവശ്യം? എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ വിശ്വസിച്ചാ? ആ എന്റെ എൻഗേജ്മെന്റ് ഒന്നും അല്ല അത്. നമ്മുടെ മറ്റേ എക്സാമിലുള്ള ഞങ്ങളുടെ മോളുടെ എൻഗേജ്മെന്റ് ശ്രേയയുടെയും പിന്നെ ആ അനിലിന്റെ കാമുകി. അല്ലെങ്കിൽ നിന്റെയൊക്കെ ആര് നോക്കാൻ നിന്റെ കയ്യിലിരിപ്പില്ലേ? ഓ ചമ്മി നാണം കിട്ട് നാറി പോടി. എന്നിട്ടാണ് കിടന്ന അവന് പറ പറ്റിയ മുതല്. എന്നിട്ട് പറ്റിയ മുതലായിട്ടല്ലേ നീ എന്നെ നോക്കിയത്? അതെനിക്ക് പറ്റിപ്പോയി അങ്ങനെ പറ. ഇതിന്റെ പേര് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റുവാണെ അമ്മണി നാക്കുവാണേ. കണ്ടാടാ ഇട്ടിട്ട് പോയ പെണ്ണിന്റെ അടുത്ത് കൊഞ്ചി. അല്ലല്ല അത് ലോറയല്ല, അത് അമ്മണി അമ്മണി. അത് അമ്മണി അമ്മണി സിറ്റി പുതിയ വെച്ച അമ്മണി അമ്മണി. ലോറയല്ല അമ്മണി. ചോദിച്ചോക്ക് പേര്. ചോദിച്ചോക്ക് പേര് വെച്ചോക്ക്, പേര് വെച്ചോക്ക്. ഹലോ 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 കുട്ടി പേരെന്ന്, കുട്ടി പേരെന്ന്, കുട്ടി പേരെന്ന് പറഞ്ഞേ. ആ അമ്മണി. ആ അമ്മണി. ഞാൻ വന്നാ നിനക്ക് പ്രശ്നം, പ്രൈവസി പ്രശ്നം. അല്ല ഇവന്മാര് വന്നു കഴിഞ്ഞാൽ ഇവന്മാര് സ്പേസ് തരുള്ളൂ. നീ നിന്റെ കൂടെ തോളത്തോ എപ്പോഴും നടക്കണം ഭാര്യ പോലെ. ഞാൻ നിന്റെ തോളത്തേട്ടല്ലേ കയറിയിരിക്കണേ. അല്ലടാ പണിയാ, അല്ലടാ പണിയാ, അല്ലടാ. ഇതൊന്ന് തീർക്കട്ടെ ബേബി, അത് കഴിഞ്ഞ് നമുക്ക് നിന്റെ അമ്മണി സിറ്റിയിലെ പുതിയ 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 ഇന്ന് വന്നേ ഉള്ളൂ, ഇന്ന് വന്നേ ഉള്ളൂ. പുതിയതാണോ? ഇതാണ് പുതിയ കുട്ടി എന്ന് പറഞ്ഞത്. ആ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ. അതെ അതെ അതെ. അത് പറ, എന്നാ പറ. എങ്ങനെയുണ്ട് കുട്ടി, എങ്ങനെയുണ്ട്? ബാല, ഞാൻ ഒരു ഉപദേശം തരാം. ആ, കൂടെ കണക്ക് സുഹൃത്തുക്കളെ വിശ്വസിക്കരുത്. എന്നെ പോലെ കട്ടപ്പുറത്ത് ഇരിക്കേണ്ടി വരും. ഏത് പോവയ്ക്കതെ പോവയ്ക്കതെ. നമുക്ക് 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 ഈ ബേബി കിട്ടണോ കൊടുക്കാം. നമ്മൾ എവിടെ പോയാലും നീ ഞാൻ പോയിട്ട് വരേ. ആ വിളിക്കുവോ ഇടയ്ക്ക്? വാണം. അവളില്ലാന്നല്ലേ പറഞ്ഞത്? ഇവിടെ നാണമില്ലേ അണ്ണാ? നിനക്ക് എങ്ങനെയാടാ വീട്? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആമ്പിള്ളേർക്ക് ഒരു പ്രശ്നം ഉണ്ടല്ലേ. നമ്മൾ എത്ര സ്നേഹിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലെ അവര് നമ്മളെ ഇട്ടേച്ച് പോയാലും നമുക്ക് അവിടെ ഒരു സോഫ്റ്റ് കോർണർ കാണും. അതിന് ലൈഫ് ലോങ്ങാ. ഇത് സ്നേഹിച്ചവരുടെ കാര്യം പറഞ്ഞ, അല്ല സ്നേഹിക്കാൻ സ്വന്തം മുട്ട നക്കി ജീവിച്ചാൽ നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സക്ക. ഞാൻ എന്തൊക്കെ ഹലോ 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 എന്താടാ ബാല? പോയി ഇന്നലെ 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 ഒരു വേറെ കാര്യം പറഞ്ഞോടിയാ. ഒരാള് അടിച്ചു ഫിറ്റായി എന്ന് വന്നായിരുന്നു സിറ്റിയിൽ. വെറുതെ അനാവശ്യം പറയില്ല. ഞാൻ ആർപ്പിയില് നിൽക്കുവായിരുന്നു. എന്നിട്ട് എന്നിട്ട് ഇവൻ കസ്റ്റംസിൽ ജോലി ഉണ്ടായിരുന്നു. ആ ഡ്രസ് ഇട്ടോണ്ട് നേരെ റോബറി അടിക്കാൻ പോയി. ഇപ്പൊ പെനാൽറ്റി അവിടുത്തെ ജോലിയും പോയി 20 കോടി പിഴ അടിച്ചു കൊടുത്ത്. അല്ലെ ഞാനും പറട്ടെ അളിയാ, നമ്മൾ ഇന്ന് ഈഗോ കസ്റ്റംസ് കത്തിക്കാൻ പോകുന്നു. ബേബിനെ തിരിച്ചെടുത്തില്ലെങ്കിൽ ഈഗോ പോളയാ. ബാല 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 വാടാ, ബാല വാടാ. ബേബിനെ പിടിച്ചുവിട്ടതാണോ പ്രശ്നം? ആ